നേപ്പാളിൽ പെട്ടെന്നൊരു കലാപ പ്രക്ഷോഭം ഉണ്ടാവുന്നു. അതിനെ തടുക്കാൻ വയ്യാത്ത പ്രധാനമന്ത്രി നാട് വിടുന്നു. അതുപോലെ തന്നെ സ്ഥാപനങ്ങളെല്ലാം ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അടിച്ചു പൊളിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു പ്രക്ഷോഭത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളൊക്കെ അടിച്ചു തകർക്കുന്നു. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പ്രക്ഷോഭം വലുതാവാനുള്ള കാരണം എന്താണ് അവിടെ? പെട്ടെന്നുണ്ടായിട്ടുള്ള ട്രിഗർ എന്ന് പറയുന്നത് ഷിബിലി 26ഓളം വരുന്ന സോഷ്യൽ മീഡിയ ആപ്പുകളെ, അതിൽ പ്രധാനപ്പെട്ടത് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അടക്കമുള്ള ആപ്പുകളെ നിരോധിച്ചതാണ്. നേരത്തെ തന്നെ അവിടെ ഒരു ഇത്തരത്തിലുള്ള ഒരു നിരോധനം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് 3 തവണ ഇവർക്ക് കഴിഞ്ഞ മാർച്ച് ഏപ്രിലിൽ തന്നെ നോട്ടീസൊക്കെ കൊടുത്തിരുന്നു. ആ നോട്ടീസ് കൊടുത്തപ്പോഴത്തേക്കും അതാണ് 5ഓളം വരുന്ന ആപ്പുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്തുള്ളൂ. അത് ടിക്ടോക്ക് അടക്കമുള്ള ആപ്പുകൾ രജിസ്റ്റർ ചെയ്തു, ബാക്കിയുള്ള ആപ്പുകൾ രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി ഈ ബാൻ അവർ ഏർപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഏർപ്പെടുത്തിയപ്പോൾ അത് വലിയ തോതിൽ അവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും. കാരണം ഇതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് മറ്റാരും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് പറയണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഇരിക്കുന്നത്. കാരണം നേപ്പാളിൻ്റെ ഒരു ടോട്ടൽ റെമിറ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിലേക്ക് ഇപ്പോൾ മറ്റു വിദേശത്ത് നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് റെമിറ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ GDP-യുടെ ഏതാണ്ട് 3.4% ആണ്. എന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്നൊരുക്കുക. നമ്മളെ വല്ലാതെ അഫക്റ്റ് ചെയ്യും, പക്ഷേ സർവൈവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ 135 ബില്യൺ US$ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് ഷിബിലി അറിയേണ്ടത് ഈ പറയുന്ന നേപ്പാളിൻ്റെ കാര്യത്തിൽ അത് 33% ആണ്. അതായത് അവരുടെ GDP-യുടെ 33% ഇത്തരത്തിലുള്ള ആളുകൾ പുറത്തുനിന്ന് അയക്കുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2022-2023 വരെ ഏതാണ്ട് 7.9% വരുന്ന ആളുകൾ വിദേശത്താണ് ജോലി ചെയ്തിരുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോയിരുന്നത്. അവരെ അയച്ചു കൊടുക്കുന്ന ക്യാഷാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ ഇപ്പോൾ അത് ഏതാണ്ട് 8.2% ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബിലി അറിയേണ്ടത് ഈ പറയുന്ന ആകെയുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2.97 ആണ്. അപ്പോൾ അതിൽ 2 കണക്കുകൾ പറയുന്നുണ്ട്. ഒന്ന് 2.5 മില്യൺ ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റു ചില കണക്കുകളിൽ പറയുന്നത് ഏതാണ്ട് 7 മില്യണോളം ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇത് മൊത്തം കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഏതാണ്ട് 2.97 കോടി ആളുകളിൽ ഏതാണ്ട് ഒരു 70 ലക്ഷത്തോളം, ഏതാണ്ട് ഒരു 1/3 ആളുകൾ പുറത്ത് എന്ത് ചെയ്യുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ആ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള വലിയൊരു അവസരം എന്ന് പറയുന്നത് ഈ പറയുന്ന വാട്സപ്പ് വഴിയുള്ള കോളുകളും അതുപോലെ ചാറ്റുകളും ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊരു സുപ്രഭാതത്തിൽ നിന്നു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ മറ്റൊരു സ്റ്റോറി കൂടി പറയാനായിട്ട് കേട്ടോ. കാരണം 2024 അവിടുത്തെ യൂത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് 20.82% ആണ്. എന്ന് പറഞ്ഞാൽ 5-ൽ ഒരാൾക്ക് വീതം അവിടെ ജോലി ഇല്ല. 5-ൽ ഒരാൾക്ക് വീതം ജോലിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂക്ഷത മനസ്സിലാക്കാനായിട്ടൊരു ചെറിയ എക്സാമ്പിൾ കൂടി പറയാം. റഷ്യ ഉക്രൈൻ വാറിനകത്ത് യഥാർത്ഥത്തിൽ റഷ്യ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്തേക്കണം, നേപ്പാളിൽ നിന്ന് മാത്രം റിക്രൂട്ട് ചെയ്തേക്കണം 15,000 പേരെയാണ്. ആ 15,000 പേരിൽ ഒരു പയ്യൻ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള പലരും മരിച്ചു, പക്ഷേ ഞാനിവിടെ ജോലി ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് $4,000 കിട്ടും. ഓക്കെ, ഏതാണ്ട് ഒരു 5.5 ലക്ഷം 5.25 ലക്ഷത്തോളം വരുന്ന നേപ്പാളിൻ്റെ പണം അവിടെ കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള റിസ്ക് എടുത്തുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, പുറത്ത് ജോലിക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ പുറത്ത് ജോലിക്ക് പോകുന്ന അവസരത്തിലാണ് ഷിബിലി അറിയേണ്ടത് ഈ ജോലിക്ക് പുറത്ത് പോയിട്ടുള്ള ആളുകൾ അവരുടെ വലിയ തോതിൽ പണം ഇങ്ങോട്ട് വരുന്നൊരു എക്കോണമി, ആ എക്കോണമിയിലുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സോഷ്യൽ മീഡിയ പ്രശ്നമുണ്ടാക്കുന്നത്. ഇനി ഇത് കൂടാതെ ഒരു സർട്ടൈൻ പെർസെൻറ്റേജോളം ആളുകൾ മറ്റ് പുറത്തു നിന്നുള്ള ജോലികളെടുത്ത് നേപ്പാളിൽ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ചേ വരുള്ളൂ. പക്ഷേ ആ ജോലികൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചോളം തന്നെ അവർ പലരും വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ നെറ്റുകളിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് മറ്റ് കമ്പനികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും വർക്കൊക്കെ ചെയ്ത് കിട്ടുന്നു. അപ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേപ്പാളിൻ്റെ ഒരു കമ്മ്യൂണിറ്റി വളരെയധികം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ടൂറിസം സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൂറിസം സെക്ടറിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ടൂറിസം സെക്ടറാണ്. ആ ടൂറിസം സെക്ടറിനും ഇത് വളരെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നു. ഇനി ഇതെല്ലാം ഈ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഗവൺമെൻറ് ചെയ്യാനെന്താ കാര്യം അറിയുമോ? ഗവൺമെൻറ് പറയുന്നത് ഹെയ്റ്റ് സ്പീച്ചുകളും ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത് തടയണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഹെയ്റ്റ് സ്പീച്ച്, എന്താണ് ഈ മറ്റേ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്നറിയോ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ടാഗ് ലൈൻസ് ഉണ്ട്. അതായത് നെപ്പോ കിഡ്സ്, നെപ്പോ ബേബി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ നെപ്പോ കിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് മറ്റേ അച്ഛനും അമ്മയും വളരെ പ്രബലരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള സ്വാധീനമുള്ള ആളുകളുടെ മക്കളെ വിളിക്കുന്ന പേരാണ് നമ്മൾ നെപ്പോ കിഡ്സ് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള നെപ്പോ കിഡ്സ് വിദേശ രാജ്യങ്ങളിൽ അടിച്ചു പൊളിക്കുന്ന നിരവധി വീഡിയോകൾ, ഇൻസ്റ്റാഗ്രാം റീലുകൾ, ടിക്ടോക്ക് വീഡിയോസ് എല്ലാം പുറത്തേക്ക്
വരികയാണ്. ആര്? അവിടുത്തെ പൊളിറ്റീഷ്യൻസിൻ്റെ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻസിൻ്റെ മക്കളൊക്കെ ഇതുപോലെ ലക്ഷറി കാറുകൾ, ഗുച്ചി ബാഗുകൾ, ഇത്രയൊക്കെ വലിയ ലക്ഷറി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകുന്നു. എന്നിട്ട് അവിടെ വലിയൊരു സ്ലോഗൻ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ സ്ലോഗൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ആളുകളുടെ മക്കൾ അവർ ഗുച്ചി ബാഗുമായിട്ട് വിദേശത്ത് നിന്ന് അകത്തേക്ക് വരും, പക്ഷേ നമ്മുടെ ഇവിടെ കുട്ടികൾക്ക് ആകെ ഉള്ളത് ശവപ്പെട്ടികൾ മാത്രമാണെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ലോഗനുകൾ നിറഞ്ഞു കവിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് അതിനെ തടുക്കാൻ വേണ്ടി തയ്യാറായത്. ആ തടുക്കാൻ തയ്യാറായപ്പോഴാണ് ലോകത്തെല്ലായിടത്തും വന്ന പോലെ ഇത്തരത്തിലുള്ളൊരു പ്രക്ഷോഭം പൊട്ടി പുറപ്പെട്ടത്. ഇനി മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ തൊട്ടടുത്ത് നമുക്കറിയാം ബംഗ്ലാദേശിൽ ഈ പറയുന്ന ആളുകളെ അവിടെ പെട്ടെന്നൊരു പ്രക്ഷോഭം ഉണ്ടാക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ ജയിലിലിട്ടേക്കായിരുന്നു, വലിയ കറപ്ഷൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ മത്സരിക്കാതെയാണ് ഷെയ്ഖ് ഹസീന തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും അവിടെ ട്രിഗർ ചെയ്യാനൊരു റീസൺ ഉണ്ടായ ട്രിഗർ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ മക്കൾക്കും അവരുടെ മക്കളുടെ മക്കൾക്കും ഒക്കെ വേണ്ടി സംവരണം ഏർപ്പെടുത്തിയതാണ്. ആ സംവരണം ഷെയ്ഖ് ഹസീന പിൻവലിച്ചു. പക്ഷേ സമരം നിന്നില്ല. പകരം ഷെയ്ഖ് ഹസീന ആദ്യത്തെ ഫ്ലൈറ്റിന് തന്നെ കൈയാടിച്ച് കയറി പോകേണ്ടി ചെയ്തു. കാരണം അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ജീവനോടെ ഉണ്ടാവില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ശർമ്മ ഒലിക്കും സംഭവിച്ചേക്കണത്. 10-15 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മുഴുവൻ പിൻവലിച്ചു. കാരണം ഇത് പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് എന്ത് ചെയ്തു മനസ്സിലായി. ഇത് തന്നെ നമ്മൾ 2022 ശ്രീലങ്കയിൽ കണ്ടു. കാരണം ശ്രീലങ്ക രാജപക്സയുടെ കൊട്ടാരമടക്കം കയ്യേറിക്കൊണ്ട് അവിടെ നീന്തൽക്കുളത്തിൽ നീന്തുകയും മറ്റേ ഷെയ്ഖ് ഹസീനയുടെ സാരി കൊടുത്ത് ബംഗ്ലാദേശിൽ ഉടുക്കുകയൊക്കെ ചെയ്യുന്ന പ്രവണത നമ്മളുണ്ട്. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ 40-50% വരുന്ന അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൽ വലിയ കുറവുണ്ടായി. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന കൊളോസിയൽ ഈ പറയുന്ന പോലെ ധാന്യങ്ങളിലൊക്കെ തന്നെ വലിയ പ്രശ്നമുണ്ടായി. അതിൻ്റെ കാര്യം അവിടെ പെട്ടെന്ന് ഓർഗാനിക് ഫാമിംഗ് നടപ്പാക്കണമെന്ന് എന്ത് ചെയ്തു പറഞ്ഞു. മ്യാൻമറിൽ നമുക്കറിയാം ഇത്തരത്തിൽ ഇന്ത്യയുടെ ചുറ്റും ഇത്തരം പ്രശ്നങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാകിസ്ഥാൻ ഞാൻ പറയേണ്ട കാര്യമില്ല. അവിടെ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ആരുണ്ടെങ്കിൽ പോലും അവിടെ ഭരിക്കുന്നത് രാജീവ് മുനീറാണ്, മിലിറ്ററിയാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ ഇന്ത്യ എങ്ങനെ പ്രശ്നമുണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യ അടക്കം വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. കാരണം മറ്റേ അയൽ രാജ്യങ്ങളെല്ലാം പ്രശ്നത്തിലാണെങ്കിൽ നമുക്കൊരിക്കലും വളരാൻ കഴിയില്ല. നമ്മുടെ ഒരുപാട് ഫോക്കസ് മറ്റ് പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. സാർ ഇപ്പോൾ പറഞ്ഞു നേപ്പാളിന് 33% GDP വരുമാനം വിദേശത്തു നിന്നാണ്. ഇതുപോലെ വരുമാനമുള്ള മറ്റ് രാജ്യങ്ങളുണ്ടോ? 33 എന്ന് പറഞ്ഞാൽ മിക്കവാറും അതിൽ കൂടുതലായിരിക്കും. ഷിബിലിയാറിന് 33.34, 35 വരുന്നത്. ഇതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ടോങ്കോ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമുണ്ട്. ആ ചെറിയ രാജ്യത്തെന്ന് പറഞ്ഞാൽ അവരുടെ 50% റവന്യൂ GDPയുടെ 50% വരുന്നത് ഇതുപോലെ വിദേശത്തെ ആളുകൾ ജോലി ചെയ്തിട്ട് ഇങ്ങോട്ട് അയക്കുന്ന പണത്തിൽ നിന്നാണ്. അതുപോലെ തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 47.8% തജിക്കിസ്ഥാനിലേക്ക് വരുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ലെബനോണിലേക്ക് വരുന്നത് 33.3. ഈ ലെബനോൺ കഴിഞ്ഞിട്ട് 4ാമത് വരുന്ന രാജ്യമാണെന്ത് നേപ്പാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൂടാതെ ഇപ്പോൾ ഇന്ത്യയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ 3.4 പാകിസ്ഥാൻ എന്ന് പറയുന്നത് 9.4% അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ നിരവധിയുണ്ട്. ആ രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം അവിടെ പ്രൊഡക്ഷനോ അവിടെ വലിയ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അങ്ങേയറ്റം ദരിദ്രമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് അവിടെയുള്ള ആളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്കുള്ള വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാണുന്നത് ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് അവരുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ജനങ്ങൾക്ക് ഉറപ്പാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഓഫീസുകൾ ആളുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല ചില മന്ത്രിമാരുടെ അടക്കം ഭാര്യമാരടക്കം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ മന്ത്രിമാരടക്കം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു നിവൃത്തിയുമില്ലാത്ത ലെവലിലേക്ക് ജനം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാർ ഇപ്പോൾ എല്ലായിടത്തും അഴിമതി നടക്കുന്നതാണ്. പക്ഷെ അവിടെ ഇത്രയും വലിയ പ്രക്ഷോഭം വരാൻ മാത്രമുള്ള അഴിമതി എന്തൊക്കെയാണ് അവിടെ നടന്നത്? ഷിബിലി അവിടെ ഏതാണ്ട് ഒരു 10-60 കൊല്ലത്തിനിടക്ക് ഏതാണ്ട് 53ഓളം വരുന്ന ഗവൺമെൻറ്റുകളാണ് മാറി വന്നേക്കണേ. യഥാർത്ഥത്തിൽ ഇലക്ഷൻ നടക്കാൻ തുടങ്ങിയതിന് ശേഷം 2008 രാജ്യഭരണം മാറിയിട്ട് പൂർണ്ണമായിട്ടും അവിടെ ഡെമോക്രസിക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നത്. ഈ ലാസ്റ്റത്തെ ഏതാണ്ട് 17 കൊല്ലങ്ങൾക്കിടയിൽ തന്നെ 14ഓളം വരുന്ന ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥിരതയും അവിടെ ഗവൺമെൻറ്റുകളുടെ കാര്യത്തിൽ ഇല്ല.
പിന്നെ അവിടുത്തെ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ കൂടി ഞാൻ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അവിടെ കഴിഞ്ഞ തവണ ഇലക്ഷൻ നടന്നപ്പോൾ അവിടെയുള്ള ഏറ്റവും പ്രമുഖമായിട്ടുള്ള 3 പാർട്ടികളാണ്. ഒന്ന് നേപ്പാളി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, അവർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത്, 89 സീറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ അവർ 49 സീറ്റുകൾ കുറവാണ് മെജോറിറ്റി കിട്ടുന്നതിനേക്കാൾ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഷിബിലി CPM-ൻ്റെ UML, അതായത് യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മാക്സിമം ലെനിനോ കൂടി യോജിച്ച് നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ആ പാർട്ടിക്ക് കിട്ടിയേക്കുന്നത് 78 സീറ്റുകളാണ്. ഓക്കെ. പിന്നെ അവിടെ ഉള്ളത് ഇതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ML എന്ന് പറയുന്ന മാവോയിസ്റ്റ് എന്ന് പറയുന്ന MC എന്ന് പറയുന്ന ഒരു പാർട്ടി കൂടിയാണ്. അവർക്ക് കിട്ടിയേക്കുന്നത് 32 സീറ്റുകളാണ്. ഈ 32 സീറ്റുകൾ കിട്ടിയതിന് ശേഷം ഏതാണ്ട് നമ്മുടെ ഇവിടെ മറ്റേ നിതീഷ് കുമാറൊക്കെ മാറിയതുപോലെ 32 സീറ്റുകൾ കിട്ടിയേക്കുന്നവർക്ക് പ്രധാനമന്ത്രി ആകണം എന്ന് പറഞ്ഞ് 3 തവണ 4 തവണ ഈ 2020 ശേഷം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗവൺമെൻറ്റുകൾ മാറിക്കഴിഞ്ഞു. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെറിയൊരു 2 ഉദാഹരണം മാത്രം പറയാം, കാരണം ഇതിലൊരു 10-25 ഉദാഹരണങ്ങളുണ്ട്. അത് മുഴുവൻ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കിട്ടും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് ഷേർ ബഹാദൂർ ദേബോ എന്ന് പറയുന്ന നേപ്പാളി കോൺഗ്രസിൻ്റെ നേതാവ്. അദ്ദേഹത്തിനെതിരെ എയർക്രാഫ്റ്റ് വാങ്ങിയതിൽ വലിയ അഴിമതി ആരോപണം അവിടെ നേരിടുന്നുണ്ട്. എയർക്രാഫ്റ്റ് വാങ്ങിയത് അതൊക്കെ പിന്നെ നമുക്ക് ക്ഷമിക്കാം, കാരണം എല്ലാവരും ചെയ്യുമായിരിക്കും, കമ്മീഷൻ അടിച്ചു മാറ്റിയതിൻ്റെ കണക്കാണ്. അത് കോടികളുടെ പരിപാടിയാണ്. ഓക്കെ. ഈ രാജ്യമാകെ ദാരിദ്ര്യത്തിൽ നിൽക്കുകയും ജനങ്ങൾക്ക് കഞ്ഞി കുടിക്കാനും ഭക്ഷണമില്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ കോടികൾ അടിച്ചു മാറ്റുന്നത്. ഇനി അത് പോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, അവരിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫ് ആർസു ദൂബ എന്ന് പറയുന്ന ആൾ, അവർ ഇപ്പോൾ അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററാണ്. അവർക്കെതിരെ ഒരു ആരോപണമുണ്ട്. എന്താണെന്നറിയാമോ? ആരോപണം എന്ന് പറയുന്നത് നേപ്പാളികളായിട്ടുള്ള പൗരന്മാർക്ക് വ്യാജമായിട്ട് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള മറ്റേ ഡോക്യുമെൻറ്റ്സ് ചമച്ചുകൊണ്ട് അവരെ ഭൂട്ടാൻ പൗരന്മാരാക്കി മാറ്റുന്നു എന്നാണ്. അതൊരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് അതിനെ വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ആ ഭൂട്ടാനിലേക്കുള്ള പൗരന്മാരാക്കി മാറ്റിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അഭയാർത്ഥികളായിട്ട് അവർക്ക് US പോകാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഷിബിലിയോട് നേരത്തെ പറഞ്ഞത്, ഈ 2.5 മില്യൺ എന്നൊക്കെ പറയുന്നത് 70 മില്യൺ വരെ എത്താമെന്ന് പറഞ്ഞതിൻ്റെ കണക്കിൽ ഇവരൊക്കെ പെടും. അതായത് ഇപ്പോൾ ഇവർ വേണമെങ്കിൽ ഭൂട്ടാൻ പൗരന്മാരായിട്ട് ഇവിടെ വർക്ക് ചെയ്യണതാണ്, അമേരിക്കയിൽ വർക്ക് ചെയ്യണം. പക്ഷേ അവരുടെ കുടുംബങ്ങൾ മുഴുവൻ എവിടെയാണ്? നേപ്പാളിലാണ്. മനസ്സിലായ 15,000 പേര് ഉക്രൈനിൽ റഷ്യൻ യുദ്ധത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പോയിട്ടുള്ളത് ഇവിടെ നിന്നാണ്. ഇത് ഫോർജഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആരുണ്ടായി കൊടുക്കുകയാണ്? ഒരു ഫോറിൻ മിനിസ്റ്റർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇന്ത്യയുടെ ജയശങ്കർ ശരിക്കും പറഞ്ഞിട്ട് ഒരു സമാന്തര വ്യവസായം നടത്തുകയാണ്. ഇവിടെ ഇരുന്ന് എന്ത് ചെയ്തു? ഫോറിൻ മിനിസ്റ്റർ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ജനത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ പുറത്ത് വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇതാണ് അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ഏറ്റവും വലിയ പാർട്ടികളിലൊന്നായിട്ടുള്ള നേപ്പാളി കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇത് മാത്രമല്ല കേട്ടോ, ഈ താഴേക്കിടയിലുള്ള മറ്റേ നമ്മുടെ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് മുതൽ മറ്റേ ജില്ലാ പ്രസിഡന്റ് മുതൽ ബോർഡിലേക്കുള്ള എല്ലാവരും ഇതുപോലെയുള്ള അഴിമതികൾ പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാവിറ്റി ഞാൻ ഒരു കാര്യം കൂടി പറയുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്തത് CPN-MC എന്ന് പറയുന്ന മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ എന്ന് പറയുന്ന പാർട്ടിയുടെ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പുഷ്പ കമാൽ ദഹൽ എന്ന് പറയുന്ന നേതാവാണ്. ആ നേതാവ് 3 തവണ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അയാൾ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഈ രാജാവിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രക്ഷോഭമൊക്കെ നടത്തിയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ആലോചിക്കണം. ആ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഗറില്ലകളൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് കണ്ടോൺമെൻറ്റ് പട്ടാളമായിട്ടുള്ള ക്യാമ്പുകളൊക്കെ എന്ത് ചെയ്തു വച്ചു. ആ ക്യാമ്പുകൾ വെച്ച് അത് UN-ൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. അതിൽ നിന്ന് ബില്യൺസ് അടിച്ചു മാറ്റി എന്ന് പറയുന്ന ആരോപണമുണ്ട്. അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് അടിച്ചു മാറ്റി എന്ന് പറയുന്ന ആരോപണം അദ്ദേഹത്തിനെതിരെയുണ്ട്. ആർക്കെതിരെ കൂടിയാണെന്ന് ആലോചിക്കണം. അതായത് മാവോയിസ്റ്റ് പോരാട്ടങ്ങൾ മാവോസെത്തുങ്ങിനെയൊക്കെ മാവോയിസ്റ്റ് ഐഡിയോളജികളിൽ പോരാട്ടം നടത്തി ഒരു രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അതിനെതിരെയുള്ള ക്യാമ്പ് നടത്തിയെന്ന് പോലും എന്ത് ചെയ്തേക്കണ്, ചെറുതായിട്ട് 10-500 കോടി രൂപ എന്ത് ചെയ്തേക്കണം അടിച്ച് മാറ്റിയേക്കണ് എന്നുള്ളതാണ് അവരുടെ ആരോപണം എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് CPM-UML. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന് പറയുന്ന CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ എന്ന് പറയുന്ന ആ പാർട്ടിയുടെ KP ശർമ്മ ഒലി. ഈ KP ശർമ്മ ഒലി എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ഷിബിലി അറിയുന്നത്, നേരത്തെ അദ്ദേഹം ഒരു ആളെ കൊന്നതിന്, അതായത് ഒരു ഫ്യൂഡൽ പ്രഭുവിനെ കൊന്നതിന് വേണ്ടി ജയിലിൽ പോയി 14 കൊല്ലം കഴിഞ്ഞ് എന്ത് ചെയ്ത ഒരാളാണ്, ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമായിരുന്നു ഇപ്പോൾ അവിടുത്തെ
പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചാർജസ് എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിനെതിരെ ഒരു ട്രീ പ്ലാന്റേഷൻ, അതായത് ടീ പ്ലാന്റേഷൻ അല്ലാത്ത ഭൂമിയാക്കി എന്ത് ചെയ്തു, ഒരു കൊമേഴ്സ്യൽ ലാൻഡാക്കി മാറ്റി എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ ആക്ഷേപം നിലവിലുണ്ട്. ഇവരുടെയൊക്കെ മക്കളുടെ ജീവിതങ്ങൾ മുഴുവൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാ റീൽസിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണെന്ന് ശിവലി ആലോചിക്കണം. അതെല്ലാം എടുത്തുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ ഇവരുടെ മക്കൾ ഈ നെപ്പോ കിഡ്സിൻ്റെ റീലും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥയും കൂടി ഇട്ടിട്ടുള്ള നെപ്പോ ബേബി, നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന റീൽസുകൾക്ക് അവിടെ നേപ്പാളിൽ വർഷങ്ങളായിട്ട് ട്രെൻഡിങ് ആണ്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ അടുത്ത തമാശ, ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാനായിട്ടൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ കാഠ്മണ്ഡുവിൻ്റെ ഒരു മേയറുണ്ട്. ആ കാഠ്മണ്ഡുവിൻ്റെ മേയർ എന്ന് പറയുന്നത് ബാലേന്ദ്ര ഷാ എന്ന് പറയുന്ന ഒരു 35 വയസ്സുള്ള ഒരാളാണ്. ഈ കാഠ്മണ്ഡുവിൻ്റെ മേയർ, അവിടെ തലസ്ഥാനമാണെന്ന് ആലോചിക്കണം. ആ കാഠ്മണ്ഡുവിൻ്റെ മേയർ അവിടെ ജയിച്ചെങ്ങനെയെന്ന് അറിയും? എങ്ങനെ? ഒറ്റക്ക് നിന്നിട്ടാണ്. അതായത് ഒറ്റക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ബാലേന്ദ്ര ഷാ അവിടെ കാഠ്മണ്ഡുവിൽ മേയറായിട്ട് ജയിക്കുന്നു. അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ വേടനായിട്ട് ചെറിയ സാമ്യം വരും. കാരണം എന്ന് വെച്ചാൽ വലിയ റാപ്പറാണ്. അപ്പോൾ ആ റാപ്പ് മ്യൂസിക്കുകളിലൂടെ ജനത്തെ ഇളക്കി മറിച്ചു. ആ റാപ്പ് മ്യൂസിക്കിൽ മുഴുവനുള്ളത് ഇതുപോലെ ഏകാധിപത്യവും അഴിമതിയും നിറഞ്ഞ ജനങ്ങൾ ഭരണകൂടത്തോടുള്ള വലിയ വിമർശനവും അതിനുശേഷം ഈ പറയുന്ന ജനങ്ങളോടുള്ള വലിയ തോതിലുള്ള അടുപ്പവും അവരുടെ സഹാനുഭൂതിയൊക്കെ പ്രകടിപ്പിക്കുന്ന റാപ്പറായിരുന്നു. അദ്ദേഹമാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച് ജയിച്ചിട്ടുള്ളത്. അതായത് 65,000 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയത് ഈ ബാലേന്ദ്ര ഷാ എന്ന് പറഞ്ഞാൽ. ടൈംസ് മാഗസിൻ്റെ എമർജിംഗ് ലീഡേഴ്സിൻ്റെ 100 പേരുടെ പട്ടികയിൽ 2 തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില ആളുകളൊക്കെ പറയുന്നത് ഇതിൽ അമേരിക്കയുടെ താല്പര്യം ഉണ്ടാവുമെന്നൊക്കെയാണ്. അത് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവുമായിരിക്കും. കാരണം ന്യൂയോർക്ക് ടൈംസും അമേരിക്കൻ പത്രങ്ങളൊക്കെ ഇദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിയാണ് എഴുതുന്നത്. യഥാർത്ഥത്തിൽ അധികാരത്തിലേക്ക് വന്നിട്ടും ഈ ബാലേന്ദ്ര ഷാ ഇപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, ആളുടെ ഇമേജ് ഇടിഞ്ഞിട്ടില്ല, പകരം ഇമേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അധികാരത്തിൽ എത്തിക്കണം എന്ന് പറയുന്ന, അതായത് ഇന്ത്യയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്നൊക്കെ പറയുന്ന പോലെയുള്ള മുദ്രാവാക്യം പോലെ ബാലേന്ദ്ര ഷായെ വിളിക്കൂ, ഇതിപ്പം നിങ്ങൾ ലീഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ നയിക്കൂ എന്ന് പറയുന്ന വലിയ തോതിലുള്ള പ്രചരണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടിയില്ലേ, അതെന്താ വെച്ചാൽ ഈ എലക്ഷൻ എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം കൺഫ്യൂസിങ് ആണ് നേപ്പാളിൽ. അതായത് ആകെയുള്ള സീറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ ഷിബിലിയുടെ എത്ര 270 സീറ്റുകളാണ്. അപ്പോൾ ആ 270 സീറ്റുകളിൽ ഏതാണ്ട് 110ഓളം വരുന്ന സീറ്റുകൾ റിസർവേഷനാണ്. 110ഓളം വരുന്ന സീറ്റുകളിലേക്ക് നോമിനേഷനാണ്. ബാക്കി 160 സീറ്റുകളിലേക്കാണ് കൃത്യമായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. 270 സംതിങ് സീറ്റുകളാണ്, 278 സീറ്റുകളാണ്. അപ്പോൾ 278 സീറ്റുകളിൽ ഏതാണ്ട് 168 സീറ്റുകളിൽ ഷിബിലി അറിയേണ്ടത് മറ്റേ തിരഞ്ഞെടുപ്പുള്ളൂ. ബാക്കി 110 സീറ്റുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊപ്പോർഷനേറ്ററി ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഷിബിലിക്ക് വോട്ടുണ്ടെങ്കിൽ ഷിബിലി പോയി 2 വോട്ട് ചെയ്യണം. ഒന്ന് കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യണം. കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്ന ആൾ കാൻഡിഡേറ്റായിട്ട് ജയിക്കും. ഓക്കെ. മറ്റത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റായിട്ട് വോട്ട് ചെയ്താൽ പോലെ നിങ്ങൾ പാർട്ടിക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 160+ സീറ്റുകളിലേക്ക് എന്ത് ചെയ്യും, ഈ കാൻഡിഡേറ്റുമാർ ജയിച്ചു വരും. ഓക്കെ. ബാക്കിയുള്ള 110 സീറ്റുകൾ ഈ പാർട്ടിക്ക് കിട്ടിയ വോട്ടുണ്ടല്ലോ, അതായത് ഇപ്പോൾ 30% വോട്ട് ഒരു പാർട്ടിക്ക് കിട്ടിയെങ്കിൽ 30% സീറ്റുകൾ അവർക്കായിട്ട് കൊടുക്കും. മനസ്സിലായി? അതിൽ തന്നെ നിങ്ങൾക്ക് മറ്റേ ജയിച്ചു വന്നതിൽ സ്ത്രീകളില്ലെങ്കിൽ സ്ത്രീകൾക്കായിട്ട് ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ കൂടുതൽ കൊടുക്കണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 30% 40% തന്നെ, ചിലപ്പോൾ പെർസെൻറ്റേജ് എത്രയാണെന്ന് ഓർക്കത്തില്ല. അപ്പോൾ അത്ര സീറ്റുകൾ എന്ത് ചെയ്യണം, കൊടുക്കണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റേ കൺഫ്യൂഷനാണ് ഇതിൽ അകത്തുകൂടി എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. മനസ്സിലായി? ഇത് എല്ലാം കൊണ്ട് തന്നെ ജനത്തിന് മടുത്തിട്ടാണ് ജനം ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭമായിട്ട് അങ്ങോട്ട് പോയേക്കണത്. അതുകൊണ്ട് പിന്നെ യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ഇന്ത്യക്ക് വലിയ തലവേദനയാവും. കാരണം നമ്മുടെ എല്ലാ രാജ്യങ്ങളിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നമുള്ളതുകൊണ്ട് അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതാണ് യഥാർത്ഥത്തിൽ നേപ്പാളിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് ചെയ്യാൻ തന്നെ കാരണം മറ്റു വീഡിയോകളൊന്നും ഈ ഡീറ്റെയിലിംഗിലേക്ക് കടന്നിട്ടില്ല. പകരം വെറുതെ ഇരുന്ന് നമ്മുടെ ജസ്റ്റ് ഒരു അവിടെ ഇത് അടിച്ചു പൊളിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു എന്നൊക്കെ ഉള്ളത് മാത്രം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നേപ്പാൾ ഏതാണ്ട് ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഇനി ആര് ഭരിക്കാൻ കയറും എന്ന് നമുക്കറിയില്ല. ശാന്തമായെങ്കിൽ പോലും ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അവിടെ അധികാരമേൽക്കുമെന്ന് കേൾക്കുന്നു. അതുമൊക്കെ തന്നെ വലിയ പ്രശ്നമാണ്. ഒരു സ്റ്റേബിളായിട്ടുള്ള ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഇന്ത്യക്ക് എപ്പോഴും തലവേദനയായിരിക്കും.